ഇക്കുറി മഹാബലിയെ എതിരേറ്റ പൂക്കളത്തിൽ ഇന്ത്യയുടെ ധീരത കാട്ടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നാമകരണം ചെയ്ത ഇന്ത്യയുടെ ആ പ്രകടനം അത് സൂചിപ്പിച്ചതിൻ്റെ പേരിൽ ചില മതഭ്രാന്തന്മാർ ഇവിടെ ഹാലിളകുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ ശാസ്താംകോട്ടയിൽ കണ്ടത്. പക്ഷെ ഇപ്പോൾ അത് ദേശീയ തലത്തിലേക്ക് തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നേടണമല്ലോ. വിജയനാഥ്, മലയാളത്തിലൊരു പാട്ടുണ്ട്, പ്രസിദ്ധമായിട്ടൊരു പാട്ട്. മലയാളി പെണ്ണെ നിന്റെ മുഖശ്രീയിലായിരം പൂവുകൾ വിടരുന്ന സിന്ദൂരം. ഈ സിന്ദൂരം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെ ഒരു പ്രതീകമാണ്. അത് ഇന്ത്യൻ സ്ത്രീത്വത്തിൻ്റെയാണ്. അത് ഹിന്ദുക്കൾ മാത്രമേ അണിയാവുന്നില്ല, ആർക്ക് വേണമെങ്കിലും ഇടാം. അങ്ങനെ ഇടാറുണ്ട്. സ്ത്രീത്വത്തിൻ്റെ ഒരു കരുത്തും പ്രതീകവും സുരക്ഷിതത്വവും എല്ലാം ഓതുന്ന ഒന്നാണ്. കുടുംബത്തിൻ്റെ കരുത്ത്, ഇതെല്ലാം ഓതുന്ന ഒന്ന്. ആ പേര് തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പഹൽഗാമിൽ മതം നോക്കി ആളുകളെ കൊന്ന ഭീകരവാദികൾക്കെതിരെ, അവരുടെ താവളങ്ങൾക്കെതിരെ ഇന്ത്യൻ സേന നടത്തിയ ധീരോദാത്തമായ പോരാട്ടം. ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാഷ്ട്രീയ ഭരണ നേതൃത്വമല്ല യുദ്ധത്തിന് കടിഞ്ഞാൺ പിടിച്ചിരുന്നത്. പട്ടാളക്കാർക്ക് നിങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഭരണകൂടത്തെ നിങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഭരണകൂടത്തിൻ്റെ ഒരു ഇടപെടലുമില്ല. ഇന്ത്യൻ പട്ടാളക്കാർ ഇന്ത്യയെ സംരക്ഷിക്കാൻ നമ്മൾ ഉറങ്ങുമ്പോൾ ഉണർന്നിരുന്നു കൊണ്ട് ജാഗ്രത പുലർത്തുന്ന, കണ്ണിൽ എണ്ണയൊഴിച്ച് ജാഗ്രത പുലർത്തുന്ന പട്ടാളക്കാർ. ഈ പട്ടാളക്കാരുടെ മേധാവികൾ തന്നെ രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ വന്ന് ഇന്ത്യയോട് പറഞ്ഞു, ഞങ്ങളിത് ചെയ്തിരിക്കുന്നു, ചിത്രസഹിതം കാണിക്കുകയും ചെയ്തു. ഇന്ത്യൻ ദേശീയതയുടെ ഏറ്റവും അഭിമാന ചിഹ്നങ്ങളിലൊന്നായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ മാറി. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ രക്ഷിക്കാൻ, ഇന്ത്യക്കാരെ രക്ഷിക്കാൻ, ഭീകരവാദത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ബൃഹത്തായ ഒരു ഓപ്പറേഷൻ. നമ്മുടെ ഭരണഘടന പോലെ നമ്മൾ മാനിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കർമ്മം അതാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും ആവേശം കൊള്ളുക സ്വാഭാവികമാണ്. അതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഓണാഘോഷത്തോടനുബന്ധിച്ച് ശാസ്താംകോട്ടയിലെ മുതുവിലാക്കോട് ക്ഷേത്രം, പാർത്ഥസാരഥി ക്ഷേത്രമാണ്. അതിൻ്റെ മുമ്പിൽ കുറെ യുവാക്കൾ ചേർന്നു ഒരു വർഗീയതയുമില്ലാത്ത വിധം, ഒരു മതവെറിയുമില്ലാത്ത വിധം അവിടെ ഒരു പൂക്കളം തീർത്തു. പൂക്കളത്തിൻ്റെ ചുവട്ടിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചു. നരേന്ദ്രമോദിയുടെ പേരല്ല, അമിത്ഷായുടെ പേരല്ല, രാജ്നാഥ് സിംഗിന്റെ പേരല്ല, ഒരു മതത്തിനും എതിരായിട്ടൊന്നും എഴുതിയിട്ടില്ല. സൈനികനാണത്, ഒരു സൈനികന്റെ ഡിസൈനാണ്. സൈനികൻ, നമ്മൾ ബഹുമാനിക്കേണ്ട ഒരാളാണ് സൈനികൻ. ഈ സൈനികൻ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗങ്ങളൊക്കെ 10,000 കിലോമീറ്റർ പോയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതൊന്നും പോവാതെ ഇരിക്കുന്നത്, നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. ആണവ ശക്തികളാണ് 2 അയൽക്കാര്. അവർക്ക് മുമ്പിലും നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത് നമ്മുടെ സൈനികന്റെ ചങ്കൂറ്റം കൊണ്ടാണ്. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഏറ്റവും ധൈര്യമുള്ള പട്ടാളം കാവൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അവിടെ ഇത് സംബന്ധിച്ച് ഉള്ള ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്താ കാര്യം? അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചു. 25 ഭക്തന്മാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ഈ സൈനികനും പെടും. ഇപ്പം പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് എങ്ങോട്ടാണ് പോകുന്നത്? കോൺഗ്രസ്സുകാരനെ ജയിലിലിട്ട് മർദ്ദിക്കുന്നു, രാജൻ കൊലക്കേസിൽ എന്നതുപോലെ ഇട്ട് മർദ്ദിക്കുന്നു, കൈമുട്ടുകൊണ്ടുമൊക്കെയാണ് ഇടി കൊടുക്കുന്നത്. അത് 2 വർഷത്തിന് ശേഷമാണ് പുറത്തു വരുന്നത്. എന്നിട്ടും പോലീസുകാർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു, പിരിച്ചുവിടുന്നില്ല. സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ് എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ രീതിയിൽ അവരെ സംരക്ഷിക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. എന്നിട്ടോ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ, അതിൽ കാവിയില്ല, സിന്ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ പൂക്കൾക്ക് നേരെയും കേസെടുക്കുകയാണ്. സിന്ദൂരത്തിന് നേരെ, ഇന്ത്യൻ സ്ത്രീയുടെ സിന്ദൂരത്തിന് നേരെ പഹൽഗാം തീവ്രവാദികൾ ആക്രമണം നടത്തിയെങ്കിൽ കേരളത്തിലെ പോലീസ് കേരള സ്ത്രീകളുടെ സിന്ദൂരത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. പച്ച വെളിച്ചം ഗ്രൂപ്പ് ഉണ്ട്, അറിയാമല്ലോ. അറിയാം. പോപ്പുലർ ഫ്രണ്ടുകാര് എല്ലാ സ്ഥലങ്ങളിലും, ഡോക്ടർമാർക്കിടയിലും അവരുടെ പ്രത്യേക ഗ്രൂപ്പ് ഒക്കെ ഉരുത്തിരിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടായി പോകുന്നതെന്ന് അവർ തന്നെ അറിയുന്നില്ല. അതാണ് അങ്ങനെ ഒരു ഓപ്പറേഷൻസ്, പല സബ് ഓപ്പറേഷൻസും ഇവിടെ നടക്കുന്നുള്ളൂ. ഓപ്പറേഷൻ സിന്ദൂറിനെതിരായിട്ടുള്ള ഈ സിന്ദൂർ ഓപ്പറേഷൻ വിജയകരമായതിൽ പലരും, ഈ കൂട്ടത്തിൽ പലരും, പച്ച വെളിച്ചത്തിൻ്റെ പല ആൾക്കാർക്കും വലിയ ദേഷ്യമുണ്ട്, വിദ്വേഷമുണ്ട്.
മോദിയുടെ ഓപ്പറേഷൻ ജയിക്കാൻ പാടില്ലായിരുന്നു, അവിടെ പാകിസ്ഥാനായിരുന്നു ജയിക്കേണ്ടതെന്ന സത്യസന്ധമായി പറഞ്ഞ മതവിദ്വേഷം പുലർത്തുന്ന പലരും ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അതായത് ഇസ്രായേലിലൊരു പാലസ്തീൻ എങ്ങനെ പ്രവർത്തിക്കുന്നോ അതിനേക്കാൾ മോശമായും ഹീനമായ രീതിയിൽ ഇവിടെ രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഈ തെറിയൊക്കെ മോദിക്കെതിരെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അംഗീകാരമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും ഗ്രേറ്റ്, അദ്ദേഹത്തിനോട് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചപ്പോൾ പോലും ഗ്രേറ്റ് എന്ന് വിളിച്ച ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ അമ്മയെ വരെ തെറി വിളിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ശബരിമലയിൽ പോയി അയ്യപ്പനെ സഖാവാക്കുകയും ശിവഗിരിയിൽ പോയി നാരായണഗുരുവിനെ സഖാവാക്കുകയും ചെയ്യുന്ന CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേസെടുത്ത് അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരുടെ വോട്ട് വാങ്ങിക്കുക. കൊല്ലം മേഖലയിൽ നമുക്കറിയാമല്ലോ ഒരു ഡെമോഗ്രാഫിക് ബെൽറ്റ് ഉണ്ട് ന്യൂനപക്ഷ സമുദായത്തിൻ്റെതായിട്ട്. ആ ഡെമോഗ്രാഫിക് ബെൽറ്റിൻ്റെ കരുനാഗപ്പള്ളിയിലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ ആളാണ് ജയിച്ചത്, CR മഹേഷ്. അവിടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളും തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുകളിൽ നിന്നുള്ള ആസൂത്രണത്തിൻ്റെ ഫലമായി വന്ന കേസാണിത്. എന്തായാലും ഡൽഹിക്ക് അത്യാവശ്യമായിട്ട് തിരിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപി അവിടെ പോവുകയും അവിടെ ഈ പൂക്കളത്തിൽ സിന്ദൂരം ചാർത്തുകയും ജയ് ഹിന്ദ് ഭാരത് മാതാ കി മഹാത്മാഗാന്ധി വിളിച്ച അതേ വിളി തന്നെ അവിടെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസ് രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്, അല്ലെ? ദേശവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവരെ കേരള പോലീസ്. തീർച്ചയായിട്ടും പട്ടാളക്കാരോടാണ് ഈ കാണിച്ചിരിക്കുന്ന പക. ഒരു പട്ടാളക്കാരൻ ഡിസൈൻ ചെയ്ത ആ കളത്തിനെതിരെയാണ് ഇവർ നടപടിയെടുത്തിരിക്കുന്നത്. പട്ടാളക്കാരനോട് ചെയ്യുന്ന ഒരു യുദ്ധമാണ്. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ധരിപ്പിക്കാനും സാധ്യത ഉണ്ട്. എനിക്ക് സംശയമുണ്ട്. ഒരു പക്ഷേ ഈ കാര്യം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കുമോ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് കോയിൻ ചെയ്തത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒന്ന് ദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ട് പട്ടാളക്കാരോട് യുദ്ധം ചെയ്യുന്ന കേരള ഗവൺമെൻറ്റിനെതിരെ, അതിൻ്റെ പോലീസിനെതിരെ ഉള്ള ഒരു സമരം, പ്രത്യക്ഷ സമരത്തിലേക്കാണോ കേന്ദ്രം പോകുന്നതെന്നും എനിക്ക് സംശയമുണ്ട്, അറിയില്ല. പക്ഷെ ഒരു കാര്യം, ഇങ്ങനെയാണെങ്കിൽ കേരള പോലീസിന് അമിത്ഷായ്ക്കെതിരെയും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗിനെതിരെയും പ്രധാനമന്ത്രി, ഈ പേരിട്ടത് പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹത്തിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യാമല്ലോ. നിങ്ങളുടെ സഹകരണ ഫെഡറലിസം അല്ലേ, അതങ്ങ് വളർത്ത്, കേസെടുക്ക്. പട്ടാളക്കാരനെതിരെ കേസെടുക്കുകയാണെങ്കിൽ പട്ടാള മേധാവിക്കെതിരെയാകാം. അവിടെ വന്ന് പത്രസമ്മേളനം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ ഒരു മുസ്ലിം പെൺകുട്ടിയുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ, അവർക്കെതിരെയും കേസെടുക്കാം. ചുണയുണ്ടെങ്കിൽ അങ്ങനെ എടുക്ക്. അല്ലാതെ എന്താ, അവിടെ യാതൊരു സംഘർഷവും ഉണ്ടാകാത്ത ഒരു അന്തരീക്ഷമാണെന്നും കൂടി നമ്മൾ ഓർക്കണം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിനാണ് ഈ കേസ്. അതെന്താ അശ്ലീലമാണോ? ബീഹാറിലെ ആ മുസ്ലിം പയ്യൻ മോദിക്കെതിരെ പറഞ്ഞതുപോലെ എന്തെങ്കിലും തെറിയോ അശ്ലീലമോ ഉണ്ടോ അതിൽ? ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് കേരളത്തിൽ അശ്ലീലമായി തീരുന്നത്? ഇവിടെ കുറേ ബുദ്ധിജീവികളുണ്ടല്ലോ, സുനിൽ പി ഇടയളം, സുനിൽ പി ഇടയളം, അതുപോലെ തന്നെ അശോകൻ ചെരുവിൽ, ചെരിഞ്ഞ് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ, നേരെ ചിന്തിക്കാത്ത ആൾക്കാർ, അവരാണല്ലോ ഈ അശോകൻ ചെരുവിൽ തന്നെയാണല്ലോ പറഞ്ഞത്, ഏതൊരു സ്ത്രീ മനസ്സിൽ ആഗ്രഹിക്കുന്നു അപ്പോൾ അയ്യപ്പ ദർശനം ലഭിച്ചു. ഇയാൾ ആരാ? സ്വാമി അയ്യപ്പൻ, ശബരിമല ശാസ്താവ്. ഇയാൾ എന്തൊന്ന് കുന്തവുക. ഇയാൾ ഭക്തിയുടെ കാര്യത്തിൽ ഇയാൾ പറയുന്നത്, ഇയാൾ മാർക്സിസം പറ. താൻ എന്താ വിചാരിക്കുന്നത് കേരളത്തിലെ ഭക്തരെ കുറിച്ച്? അപ്പോൾ പോയിരിക്കും. ഭക്തർ തന്നെയാണ് സ്ത്രീകൾ. ആ സ്ത്രീകളാണോടോ പ്രകടനം നടത്തിയത്? നിങ്ങൾ കൊണ്ട് അവിശ്വാസികളായ സ്ത്രീകളെ, അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയപ്പോൾ താനെന്ത് വിവരക്കേടായി പറയുന്നത്? സാഹിത്യകാരനാണെന്നും പറഞ്ഞ്, ബുദ്ധിജീവിയാണെന്നും പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടി നടക്കുന്ന അച്ചാരവും വാങ്ങിച്ചുകൊണ്ട് നടന്നാൽ മതി. വിവരമായിട്ട് സംസാരിക്കാൻ പഠിക്കണം, വിവരമായിട്ട്. അത് വേണം. അതില്ലാതെ ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമ്മൾ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കണമെന്ന് M. മുകുന്ദൻ പറഞ്ഞു. അതും കേട്ടുകൊണ്ട് ചാടി ഇറങ്ങരുത്. വിവരക്കേട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ പിന്നെ അയ്യപ്പൻ്റെ കാര്യം തീരുമാനിക്കാൻ ഇവിടെ ഭക്തർ തീരുമാനിച്ചോളൂ. നിങ്ങൾ വിശ്വാസമില്ലാത്ത ആൾ, മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആൾ, ആ രീതിയിൽ പറയുക. ഏത് സ്ത്രീയും, ഈ സ്ത്രീകളാണ് തന്നെ എതിർത്തത്. ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ. അതിനൊരു വിലയില്ലേ? ആ സ്ത്രീകളുടെ ശബ്ദത്തിനൊരു വിലയില്ലേ? സ്ത്രീ ആഗ്രഹിക്കുന്ന സമയത്ത് അവിടെ ദർശനം. ഇയാൾ കേട്ടാൽ തോന്നുന്നു ഇയാളുടെ കുടുംബ സ്വത്താണെന്ന്. ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇപ്പോൾ CPM-നും ഭരണത്തിനിടയിലുള്ള ഒരേ ഒരു തടസ്സമെന്ന് പറയുന്നത് ഇതുപോലുള്ള ബുദ്ധിജീവികളാണ്. സുനിൽ പി ഇളയിടം, അതുപോലെ തന്നെ അശോകൻ ചെരുവിൽ, ഇങ്ങനെ കുറേ ബുദ്ധിജീവി, ഒരു പ്രയോജനവുമില്ലാത്ത കുറേ ബുദ്ധിജീവികൾ സർക്കാരിൻ്റെ ഉപകാര സ്മരണയ്ക്കായിട്ട് നിലകൊള്ളുന്ന, അതിന് കിട്ടുന്ന അവാർഡുകളും സ്ഥാനമാനങ്ങളും വാങ്ങിക്കാൻ നാണമില്ലാതെ നടക്കും. അപ്പൊ എനിക്കൊന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ അവഹേളിച്ച ഈ ശാസ്താംകോട്ടയിൽ നടന്ന ഈ സംഭവത്തെ കേന്ദ്രം
വളരെ ശക്തമായിട്ട് നമുക്ക് നിരീക്ഷിക്കുകയാണ്. ഇന്നറിയാതെ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും, അത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം നമ്മളെ വേദനിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്ര പട്ടാളക്കാരുള്ള ഒരു രാജ്യമാണ് കേരളം, സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഒരു പട്ടാളക്കാരൻ ഡിസൈൻ ചെയ്ത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടപ്പോൾ പ്രശ്നം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ടപ്പോൾ പ്രശ്നം. എന്താ ഇങ്ങോട്ടാണ് നമ്മുടെ വകുപ്പ് പോകുന്നത്? ആഭ്യന്തര വകുപ്പ് പേടിപ്പിക്കുന്നു.